ബൈ ബൈ. ടാറ്റാ. See you. ടാറ്റാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ മോർണിംഗ് ഒരു അടിപൊളി മോർണിംഗ് അല്ല. അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റപ്പോഴൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. സഹസ്രക്കുട്ടിക്ക് ചെറിയൊരു വയ്യായികയുണ്ട്. അത് പനിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവളുടെ ബോഡി നന്നായിട്ട് ചൂടാവുന്നുണ്ട്, ഇടയ്ക്ക് നോർമൽ ടെമ്പറേച്ചർ അങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്ക്. അപ്പോൾ ഇന്നലെ മുതൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയിലൊക്കെ എനിക്കത് ഫീൽ ചെയ്തു. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പനിയുടെ ടെമ്പറേച്ചറൊന്നും ആയിട്ടില്ല, പക്ഷേ എന്നാൽ ടെമ്പറേച്ചർ ഉണ്ട്, കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഒരു ആദ്യം ചെക്ക് ചെയ്തപ്പോൾ ഒരു 36, പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ഒരു 36.8 ഒക്കെ കാണിക്കുന്നു. അതിന് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെപ്പോഴും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു അവളെ എടുക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ചൂട് കൂടുന്നതും കുറയുന്നതും. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണെങ്കിലും അവൾ അങ്ങോട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉണർന്ന് കരയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആണെങ്കിലും എഴുന്നേറ്റിട്ട് നല്ല നിർബന്ധമൊക്കെ ആയിരുന്നു. ഇത്രയും നേരം എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് താഴെ പോയിട്ട് കളിച്ചു, എന്നിട്ടിപ്പോൾ വീണ്ടും വന്ന് കിടക്കുക. ഉറങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊരു ഉഷാറില്ലാത്ത മോർണിംഗ് ആയിപ്പോയി ഇന്ന്. ആമ്പൂനും ലേറ്റായിപ്പോയി, ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ആമ്പൂന്ന് എഴുന്നേക്കാനും ലേറ്റായി. ഇനി നോക്കട്ടെ എന്താണ് ഇനി സംഭവിക്കുക. സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. ഇനിയിപ്പം ഇവളുടെ മൂഡ് അനുസരിച്ചിരിക്കും ഇന്നത്തെ ദിവസം. എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ മാതിരി തോന്നുക. അതെ, ഞാനൊരു ഒരു കോഫി എന്നല്ല, ഇതിപ്പോൾ രണ്ടാമത്തെ കോഫി കേട്ടോ. രാവിലെ ഞാനൊരു ബ്ലാക്ക് കോഫി കുടിച്ചു, ഇതിപ്പോൾ രണ്ടാമത്തെ കോഫിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കവും വരുന്നു, ടയേർഡും ആവുന്നു. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് മൈഗ്രെയിനൊക്കെ വരും അങ്ങനെ. അപ്പം ഈ പുരുക്കത്തിൻ്റെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുടിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ എന്തോ ഭാഗ്യം മിണ്ടാതെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവൾക്ക് ജനിച്ചപ്പോൾ മുതലേ ഈ ബെഡാണ് അവൾ കുറച്ചും കൂടി യൂസ്ഡ് ആയിട്ടുള്ളത്. കാരണം ഇവൾ ജനിച്ചൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ താഴെ ഹോളിലത്തെ ഫ്ലോറിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കാരണം നമുക്ക് താഴേക്ക് പോകാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. ഇവളെയും കൊണ്ട് താഴേക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പം ഈ റൂമിൽ തന്നെ ആയിരുന്നു അതിൻ്റെ പണി കഴിയുന്നവരെയും. അപ്പം അപ്പോഴേക്കും അവൾ ഓൾമോസ്റ്റ് ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പണി കഴിയുമ്പോൾ. അപ്പോൾ ഇവൾ ഈ ബെഡിൽ കിടന്ന് അവൾക്ക് അതങ്ങ് യൂസ്ഡായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെഡിൽ കിടക്കുമ്പോൾ കുറച്ച് കംഫർട്ടാണ് അവൾ. താഴെയൊക്കെ കൊണ്ടുപോയി അവളുടെ പ്ലേ മാറ്റിലൊക്കെ കിടത്തി കഴിഞ്ഞാലും കരയും, കുറച്ച് നേരം കളിച്ചിട്ട് കരയും. ഇപ്പോൾ ദേ ബെഡിൽ കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൈക്കൊക്കെ റെസ്റ്റ് എടുക്കാം. നല്ല പണിയാണിത്, കൈമാറി എടുക്കാൻ ആളില്ലാണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ വഴിയില്ലല്ലോ നമുക്ക്. എടി, നീ വളർന്ന് വലുതാകുമ്പോൾ നീ ഇത് കാണണം. നീ നശിപ്പിച്ച ആദ്യത്തെ സാധനമാണ് കേട്ടോ. ഇതെങ്ങനെ നീ ഇതിനകത്തൊന്ന് ഊരിയെടുത്തത്? ഇത് വെക്കാൻ പറ്റുമോ തിരിച്ച്? ഇതിൻ്റെ ഇടയിൽ കയറുന്നതാണല്ലേ. ഇതൊക്കെ എങ്ങനെയാ കുട്ടി സാധിക്കണത്? സഹസ്രക്കുട്ടി പൊളിച്ചെടുത്ത ആദ്യത്തെ സാധനമാണ് കേട്ടോ ഇത്. കേട്ടോ നീ പറഞ്ഞത്? വലുതാകുമ്പോൾ നീ ഈ വീഡിയോ കാണുമ്പോൾ നോക്കണം കേട്ടോ. ഇവിടെ തന്നെ ഇങ്ങോട്ട് വെക്കട്ടെ, ഞാൻ തരുമോ അതൊന്നും? കുറേ നേരമായി ഇത് കളിച്ചുകൊണ്ടിരിക്കുക ഇതിൽ തന്നെ. നമ്മൾ കുളിച്ച് ശുണ്ടരി ആയിട്ടുണ്ട്. കുളിച്ചില്ല, ഞങ്ങൾ ജസ്റ്റ് മേലൊക്കെ ഒന്ന് കഴുകി പാലൊക്കെ കുടിച്ചു. അമ്മയുടെ ക്ലിപ്പ് വെച്ച് കളിക്കുകയാണ് കൊച്ച്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇന്നൊരാൾ വരുന്നത്. ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. 5 മണിക്ക് ആൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞതാ. മീൻസ് ബസ് സ്റ്റേഷനിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 20-25 മിനിറ്റ്സ് നടക്കാനുണ്ട്. 5:17 ആയി ഇവിടെ അല്ലേ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആർ യു എക്സൈറ്റഡ് സഹസ്രക്കുട്ടി? ആർ യു എക്സൈറ്റഡ്? ഗൈസ്, നമ്മൾ കാത്തിരുന്ന വ്യക്തി എത്തിയിട്ടുണ്ട്. ആ വ്യക്തിയെ ജനലിൽ കൂടെ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. ഞാൻ സഹസ്രയും കൂടി പോയി വിളിച്ചിട്ട് വരാം. സഹസ്രക്കുട്ടി, നമ്മൾ കാത്തിരുന്ന കുട്ടി എത്തി ഗൈസ്.
ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല കൊച്ചിന്. അയ്യോ എന്തൊരു ചൂടാടി. ആ നല്ല ചൂടുണ്ടെന്ന്. വരി 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 വരി. ഞങ്ങളുടെ പ്ലേ ഏരിയ വിജലംബിച്ച് കിടക്കുക. വിജലംബിച്ച് വേറെ ലുക്ക്. ഇതൊന്നും ആയിട്ടില്ല, ഇത് ചെറുത് തന്നെയാ. ഫോട്ടോയിലൊക്കെ ഭയങ്കര വലുപ്പം തോന്നൂടി. കച്ചവടമൊക്കെ ഇരുന്നു തോന്നെ. എങ്ങനെയുണ്ടോ 1.5 മാസത്തിന് ശേഷം കൊച്ചിനെ കണ്ടിട്ട്? മേളിലുണ്ട്. കാണിച്ചേ, മേളത്തെ പല്ല് കാണിച്ചു കൊടുക്ക കൊച്ച്. കാണിച്ചേ. അയ്യോ എന്റെ മെതിയെ ചവിട്ടി കയറി. ദീപമേ ദീപമേ എന്നെ പാപ്പൻ നിന്നെ. ഞങ്ങള് മുട്ട കഴിച്ചു അല്ലേ? മുട്ട തിന്നോ? അയ്യോ നോക്കുവാ. എന്റെ അല്ലേ കൊച്ചുന്നൊക്കെ കൊച്ചന്നൊക്കെ. ഗൈസ് അവളെ എനിക്ക് ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നു. നല്ല ചൂടാ. ഇവിടെ മറ്റേ ഐസ്ക്രീം വണ്ടി വരും. അതിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചായിരുന്നു. ഉറങ്ങാൻ പോവാ ഗൈസ്. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന സീനാണ്. എന്തൊക്കെ പുസ്തകമാണ്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നിന്നെ തള്ളി തള്ളി അങ്ങ് താഴെ എന്നെ തള്ളി താഴെ ഞാൻ കട്ടിലേക്കിടന്ന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പൊടി എന്റെ കട്ടിലേ. അങ്ങനെയാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ കിടന്ന് വിരളി കാണിച്ചിട്ട് ഉറങ്ങും. ഇപ്പൊ പാസിഫയർ അങ്ങനെ കൈപ്പറ്റത്തില്ല. അവക്ക് തോന്നുമെങ്കിൽ മാത്രമേ സാധനം തൂങ്ങിക്കിടക്കുന്നവർക്ക്. എന്തൊരു ഉറങ്ങിയ ഇത്രയും ഉറങ്ങിയ ഒരാളാണ് എഴുതിയിരിക്കണെന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും കൊറോണയുടെ പരസ്യമാണ്. നോക്ക്. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. പുതിയൊരു വ്ളോഗുമായിട്ട് നാളെ കാണാം. ബൈ. അല്ല നമുക്ക് നാളെ കാണാം. ഡെയിലി വ്ളോഗ് ആണല്ലോ. പുതിയൊരു വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി അല്ലല്ല ഞാൻ നോക്കുവായിരുന്നു. കണ്ട നമ്മളെപ്പോ ഉറങ്ങുന്നു അപ്പോഴേ എന്റെ കൊച്ചു ഉറങ്ങത്തുള്ളൂ. എനിക്ക് നോക്കൂ. അതല്ലാണ്ട് കിടന്ന് ഉറങ്ങത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് കിടക്കുന്നവരെ അതിങ്ങനെ ഇരിക്കും. തണ്ണിമത്തൻ കട്ട് ചെയ്ത് കഴിക്കുന്നതോട് കുറച്ചു മുമ്പല്ലേ നിന്റെ തീർന്നു. അതുകൊണ്ടല്ലേ നമ്മള് ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇതുവരെ അവസാനിച്ചില്ലേ? അപ്പൊ തണ്ണിമത്തൻ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എങ്ങനെയുണ്ട്? അനന്തു ഇത് കാണുന്നുണ്ടെങ്കിൽ, അനന്തു ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ, മധുരം ഇല്ലെങ്കിലും നമ്മൾ എന്റേതാണ് ഏറ്റവും കൂടുതൽ മധുരം എന്ന് പറയുന്നത്. ഉണ്ടോ മധുരം ഉണ്ടോ ശരിക്കും? ഇല്ലേ? നോക്കട്ടെ. ചേട്ടൻ ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോ കാണുമോ? തോലിയും കൂടെ തിരുന്ന് കണ്ടറിഞ്ഞൂടെ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.
തണ്ണിമത്തം കൊള്ളത്തില്ല ഗൈസ്. വെറുതെ പറയാണ് മധുരമുണ്ട് കൊള്ളത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് കൊള്ളത്തില്ല.